ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ എൻ കെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വെക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ ഒട്ടും കൺസിസ്റ്റൻസി അല്ല. ഇപ്പോൾ 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതും പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് വീണ്ടും 3 ആഴ്ചകളൊക്കെ എടുത്തിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇത്രയും കൺസിസ്റ്റൻസി കുറഞ്ഞുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മുടെ ചാനൽ ഭയങ്കര രീതിക്ക് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് റെക്കമെൻഡേഷൻ എത്തുന്നില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, എങ്കിൽ അവരേക്ക് പോലും നോട്ടിഫിക്കേഷൻ ഒന്നും എത്തുന്നില്ല. സോ ഈ വീഡിയോ 10 പേര് കണ്ടാൽ തന്നെ നമ്മൾ അത്രയും ഹാപ്പി. സോ കാണുന്ന ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ നോക്കുക. ഒരു 2 ആഴ്ച ഒരു മുടക്കില്ലാണ്ട് വീഡിയോ ഇട്ടാൽ ഈ ഒരു ഡൗൺ ചാനലിന് മാർക്ക് കിട്ടും. പക്ഷേ ഇടും. പിന്നെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല, അഫ്കോഴ്സ് എമ്പുരാൻ ടീസർ. എമ്പുരാൻ്റെ ടീസർ വന്നിട്ട് എന്തേലും ഒന്ന് പറയാണ്ട് പോയാൽ പിന്നെ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ യാതൊരു കാര്യവുമില്ല. ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞു പോകാൻ തോന്നി. സോ ഇതിന് ശേഷം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കും. ഓക്കെ, ടീസർ കണ്ടപ്പോൾ പല ഫ്രെയിംസും ഹോളിവുഡ് ലെവൽ സ്റ്റഫടി. നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റിൽ വന്ന് പറഞ്ഞു, എനിക്ക് തോന്നിയ കാര്യമാണ് ഹോളിവുഡ് ലെവൽ സ്റ്റഫ്. പൃഥ്വിരാജ് എന്തായാലും അറിഞ്ഞ് പണിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ സലാറിലും അതുപോലെ ഈ പ്രശാന്തിയിലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നെല്ലാം എല്ലാം പഠിച്ചിട്ട് എല്ലാം ഈ പടത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാനുണ്ട്. ഈ ഒരു ടീസർ നോക്കുകയാണെങ്കിൽ അധികം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെ പടത്തിൻ്റെ വലുപ്പം എന്താണെന്ന് കാണിച്ചു തന്ന ഒരു ടീസറായിട്ടാണ് മൊത്തത്തിൽ എനിക്ക് തോന്നിയത്. ഈച്ച് ആൻഡ് എവരി സിംഗിൾ ഫ്രെയിം എല്ലാം ഗ്രാൻഡ്. അതിൽ കുറച്ചൊന്നും പറയാനില്ല. പിന്നെ ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, കുറച്ച് മോശം സിറ്റുവേഷനിലൂടെയാണ് പുള്ളി പോകുന്നത്. പക്ഷേ ലാലേട്ടന് കിട്ടാവുന്ന ഏറ്റവും, അല്ലെങ്കിൽ ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും പീക്ക് കംബാക്ക് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആസ് എ ലാലേട്ടൻ ഫാൻ അതിലും ഞാൻ ബിഗ് ഹാപ്പിയാണ്. പിന്നെ ടീസറിൽ പുള്ളിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ജസ്റ്റ് ഫയർ, അല്ലാണ്ടൊന്നും പറയാനില്ല. പിന്നെ ടീസർ പല തിയേറ്റേഴ്സിലും ഇങ്ങനെ സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ടായി ലൈവായിട്ട് തന്നെ. പുതിയൊരു ട്രെൻഡും കൂടി നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് എമ്പുരാൻ. ഇനി ഒട്ടുമിക്ക പടത്തിനും ഇതുപോലെ ഹൈപ്പായിട്ട് വരുന്ന ഒട്ടുമിക്ക പടത്തിനും ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു ടീസർ സ്ട്രീമിങ്ങിന് തന്നെ വന്നിരിക്കുന്ന ക്രൗഡ് നോക്കുക, അമ്മാതിരി ക്രൗഡ്. ഈ പടത്തിൻ്റെ റിലീസാകുമ്പോൾ ടീസർ സ്ട്രീമിങ്ങിന് ഇത്രയും ക്രൗഡാണെങ്കിൽ പടത്തിൻ്റെ FTFs ഒക്കെ ആയൊരു ടിക്കറ്റ് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ രോമാഞ്ചമാണ്. എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുന്നത് പടത്തിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സും ട്രെയിലറുമാണ്. ഇനി ഫുള്ള് പ്രൊമോഷൻ വർക്ക് തന്നെ ആയിരിക്കും. പിന്നെ മാർച്ച് 27 പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ റെക്കോർഡും തകർത്തിട്ടേ പോകത്തുള്ളൂ. അതിൽ ലിയോ FDയുടെ കാര്യം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു, കാരണം അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ എനിക്ക് എമ്പുരാൻ ടീസർ കണ്ടപ്പോൾ തോന്നിയത് വൻ പൊളിയായിട്ട് തന്നെയാണ്. അതിലിനി ലാലേട്ടൻ്റെ സീൻസ് നോക്കുകയാണെങ്കിൽ വേറെ മാറി. ഓക്കെ, സോ നിങ്ങൾക്ക് ടീസർ കണ്ടായിട്ട് തോന്നിയത് എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാനും മടിക്കരുത്. സോ ഇതിലും വെച്ച മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.